പിന്നെ ചൈനക്കാരെന്ന് വെച്ചാൽ ബേസിക്കലി ദൈവവിശ്വാസം ഇല്ലാത്തവന്മാരാണ് ഇപ്പോഴത്തെ ഭരണകൂടം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ. ഇതിനോടൊരു കമ്മിറ്റ്മെൻറ്റ് ചൈനയ്ക്കില്ല. കാരണം അപ്പുറത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ചൈനയുടെ അവസ്ഥ. ഇന്ത്യയിൽ അതല്ലല്ലോ. ഇന്ത്യയിൽ ഈ വിഭജനത്തിന് ശേഷം മുസ്ലിം പോപ്പുലേഷൻ കൂടിയിട്ടല്ലേ ഉള്ളൂ, കുറഞ്ഞോ? ശരിയാണ്, അത് വലിയൊരു ഫാക്റ്റാണ്. അതാരും കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ താലിബാൻ എന്തുകൊണ്ടാണ് നമ്മളെടുത്തിരുന്ന സപ്പോർട്ട്? ഇപ്പോൾ താലിബാൻ കാര്യം മനസ്സിലായി. കാരണം താലിബാൻ എന്തിനാ മുസ്ലിം സ്നേഹമുണ്ടല്ലോ, ഈ മത തലക്കുടിച്ചവന്മാരാണല്ലോ, ഉള്ളിൽ ആ ഒരു സ്നേഹമുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് മനസ്സിലായി ഇന്ത്യയിലല്ല ശരിക്കും മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് പാകിസ്ഥാനാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബോംബ് പൊട്ടും. മറ്റേ ബലൂചിസ്ഥാനിലെ മുസ്ലിങ്ങളെ വീട്ടിൽ പോയിട്ട് വംശഹത്യ ചെയ്യുന്നു. മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യുകയും മരുന്ന് പരീക്ഷണത്തിന് വിധേയമാക്കി അവരുടെ വീടുകളിലെല്ലാം ഹാനിലെ വംശത്തിലുള്ള പുരുഷന്മാരെ ബോധോപം കൊണ്ടുവച്ച് താമസിപ്പിക്കുകയും ചെയ്യുന്ന ചൈനയ്ക്കെതിരെ പാകിസ്ഥാൻ ഒരാശ്രമം മിണ്ടുന്നില്ല. അപ്പോൾ ആരാണ് ശരിയായ ശത്രു? ഒന്നും നോക്കാതെ അവരെ സഹായിക്കുന്ന ഇന്ത്യയാണോ, അതോ അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളെ തന്നെ ദ്രോഹിക്കുകയും ഇവരെ അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാനാണോ? അത് താലിബാൻ ഇപ്പോൾ മനസ്സിലായി തോന്നുന്നു.